കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ കൂടി വന്നിട്ട് കുറച്ച് യൂട്യൂബേഴ്സിനെയൊക്കെ കുറച്ച് കുറ്റം പറഞ്ഞിട്ട് പോയി. അതായത് അവരുടെ മകളുടെ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് അവർ കൊടുത്ത ഒരു പ്രോഡക്റ്റ്, ഒരു ബ്ലോഗർക്ക് കൊടുത്ത പ്രോഡക്റ്റിൽ ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അതിൽ കമ്മലിൻ്റെ ഒരു പെയറേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഫാമിലി വ്ളോഗർ അവരുടെ ചാനലിൽ കൂടി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് മറ്റ് റിയാക്ഷൻ വീഡിയോസൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ദിയ കൃഷ്ണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയ കൃഷ്ണ പറയുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ എന്താ പറയുക, ബൈ മിസ്റ്റേക്ക് ആയിരിക്കുമല്ലോ, അത് വേണ്ടിയിട്ട് ഒരാളെ പറ്റിക്കാൻ വേണ്ടി ദിയ അങ്ങനെ ചെയ്തു എന്നൊന്നും ഞാനും കരുതുന്നില്ല. പക്ഷെ ദിയയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ തന്നെ അത് അറ്റൻഡ് ചെയ്യാനും, ഇവർ അറ്റൻഡ് ചെയ്തില്ല, അതാണ് അതിനകത്തൊരു പ്രശ്നം. അറ്റൻഡ് ചെയ്തിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാമായിരുന്നു. ഇത്രയും വലിയൊരു ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വലിയ കാര്യം നമ്മൾ കൊറോണ മുതൽ തുടങ്ങിയതാണെന്ന് പറയുന്നു. അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ആ കുട്ടി സ്വന്തമായിട്ട് ഇത്രയും നല്ല രീതിയിൽ, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. ആ ബിസിനസ് കൊണ്ടുപോയി എന്ന് പറയുന്നതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. ആ അച്ചീവ്മെൻറ്റിനെ അതേപോലെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിനെ പ്ലീസ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ബിസിനസ്സൊക്കെ നല്ലതായിട്ട് പോവുള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സാണ് നമ്മളെക്കാൾ വലിയ ആൾക്കാരെന്ന് തന്നെ കരുതണം. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഇവരുടെ കേസിൽ തോന്നിയൊരു കാര്യം. കാരണം ഇപ്പോൾ ഞാനാണെങ്കിലും ഓൺലൈനിൽ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയത്തിന് ആ സാധനം ഡെലിവറി കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിലൊക്കെ നമ്മളപ്പോൾ തന്നെ നമുക്കിത് അയച്ചു തന്ന ആൾക്കാരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. അവർ റിപ്ലൈ ചെയ്തിട്ടില്ല, നമുക്ക് ദേഷ്യം വരും. പിന്നെ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ആ രീതിയിലായിരിക്കും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും വരില്ല, അത് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഈ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ അവരുടെ ചാനലിൽ കൂടി വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ യൂട്യൂബേഴ്സിനെയാണ് കുറ്റം പറയുന്നത്. അതാദ്യം ഒന്ന് കാണാം. നോക്കിയപ്പോൾ യൂട്യൂബ് എടുത്തപ്പോൾ ഇന്ന് 6th of November ഞാൻ നോക്കിയപ്പോൾ ഓസി ഇന്നലെ ഇട്ടൊരു വീഡിയോ ട്രെൻഡിങ് വൺ ആൻഡ് ഐം ലൈക്ക് ഇപ്പോൾ ഓസിയുടെ എന്തോ ഇത് കുറിച്ചിട്ട് എന്തോ അവളുടെ ഓസിയുടെ ജ്വല്ലറി വാങ്ങിച്ചതിൻ്റെ ഇഷ്യൂ ഏതോ ഒരു ലേഡി വന്ന് എന്തോ പറഞ്ഞു. അതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് വഴിയെ പോണ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ വന്ന് അവരവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവരവരുടെ കുറേ വീഡിയോസ് എടുത്തിട്ടു. അങ്ങനെ അതിനെ ഓസി പ്രതികരിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നലെ ഓസി ഇട്ടത്. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഓസി മൈൻഡ് ചെയ്യില്ലേ, ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ അവർക്ക് ജീവിക്കണ്ടേ. സോ അവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും 4 പേര് അറിയുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് അത് അവർക്കൊരു കണ്ടന്റ് ആക്കി സംസാരിക്കുമ്പോൾ അവർക്ക് തോരാതെ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടും. ലൈക്ക് ആ സ്ത്രീ എന്താണോ പറഞ്ഞത്, എന്നിട്ട് ദിയ അതിന് റിയാക്ട് ചെയ്തോ, എന്താണ് പറഞ്ഞത് വെച്ചാൽ അവരുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ മറ്റവരെന്ത് പറഞ്ഞു, ഇവർ ആരെങ്കിലും റിയാക്ട് ചെയ്തെങ്കിൽ എന്താണ്, പിന്നെ അതാണ് ഇതാണ് ഇവിടെ അങ്ങനെ കുറച്ച് എടുത്തിട്ട് അവർക്ക് ഒരു അരമണിക്കൂർ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അത് വെച്ച് വീഡിയോ ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് ഇവിടെ. ഹലോ, മറ്റേ അല്ല 1 minute, യൂട്യൂബില് ട്രെൻഡിങ് ആയി വന്ന ആളല്ലേ, നിന്നെ കാരണം എത്ര പേരാ ജീവിച്ചു പോണത്. നിന്നെ കുറിച്ച് ഞാനും ഒരു വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പറഞ്ഞു വന്നത് ഇതുപോലെ ആരുടെയെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് വീഡിയോ എടുത്ത് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ ആ ഓരോരുത്തരും എൻ്റെ വീഡിയോ നിങ്ങളെ പോലെയുള്ളവർ കാണുവാണെങ്കിൽ like why don't you all try and create little more better content, സ്വന്തമായിട്ട് എന്തെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആൾക്കാർക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്തറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഒരാളെ കുറിച്ചിട്ട് വന്നിട്ട് ഇത്രയും വായി തോരാതെ പറയുന്നത്. നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾക്കത് കണ്ടിട്ട് നമ്മുടെ കേട്ടല്ലോ, ഇവർ പറയുന്നത് വെച്ചിട്ട് ഓസിയുടെ എന്തോ ഒരു ചെറിയ പ്രശ്നം, ഈ ഓസി എന്ന് പറയുന്നതും ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. ഓസിയുടെ എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു ഇഷ്യൂ അങ്ങനെയാണ് പറയുന്നത്. കൃത്യമായിട്ട് അത് എന്താ ഇഷ്യൂ എന്നൊന്ന് പറയായിരുന്നു. എന്നാൽ പിന്നെ അതുപോലെ യൂട്യൂബേഴ്സ് അവർ കഞ്ഞി കുടിച്ച് ജീവിച്ചോട്ടെ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, അവർ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത് കേൾക്കുന്ന ഒരാൾക്ക്?
അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യൂട്യൂബേഴ്സൊക്കെ രാവിലെ മുതൽ ഫോണും അല്ലെങ്കിൽ ക്യാമറയൊക്കെ എടുത്തിട്ട് ഇരുന്ന് ഇത് ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും അവരവരുടേതായ മറ്റ് ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇടയ്ക്ക് കിട്ടുന്ന ഒരു ടൈമിലായിരിക്കണം ഈ ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസൊക്കെ ഇടുന്നത്. അല്ലാതെ മുഴുവൻ ആൾക്കാരും യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം ഞാൻ തന്നെ ഒരു ചാനൽ തുടങ്ങി എന്തിനാന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ നിന്ന് ഭയങ്കര റീച്ച് ഉണ്ടായി എനിക്ക് വലിയ വരുമാനം കിട്ടണം അങ്ങനെ വിചാരിച്ചിട്ടല്ല. എനിക്കുണ്ട് അഭിപ്രായങ്ങൾ, ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ ഇന്ന കാര്യത്തെക്കുറിച്ച് ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയാനും വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം മറ്റുള്ളവർക്ക് ഇത് എന്നെ കേൾക്കുന്നവർക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. അതല്ല ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇതൊരു വരുമാനം എന്ന് കരുതുന്ന രീതിയിലല്ല. അപ്പം ഓരോരുത്തരും ചാനൽ തുടങ്ങിയിരിക്കുന്നതിന് ഓരോരോ ഉദ്ദേശങ്ങളുണ്ടാവും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും അരി മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ ഇപ്പോൾ നിങ്ങളാണെങ്കിലും എല്ലാവരും നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവരും ഇതുമാതിരി തന്നെ കണ്ടൻറ്റുകളൊക്കെ ചെയ്ത് എന്താ പറയുക, അതിൽ നിന്ന് നിങ്ങൾക്കും വരുമാനം കിട്ടുന്നില്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ സിന്ധു കൃഷ്ണയുടെ ചാനൽ കണ്ടിട്ട് അപ്പോൾ അവർ പറയുന്നു കുറേ കൂടി ക്രിയേറ്റീവായിട്ടുള്ളത് ചെയ്യണം എന്ന് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവരുടെ ചാനൽ കണ്ടു നോക്കി. ഞാൻ അങ്ങനെ സ്ഥിരം കാണുന്ന ആളല്ല. അപ്പോൾ അതായത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ എൻ്റെ ടേസ്റ്റ് വേറെയാണ്. എനിക്ക് എന്താ പൊളിറ്റിക്സും പിന്നെ സോഷ്യൽ ഇഷ്യൂസ്, ഇപ്പോൾ ഇന്നാണെങ്കിൽ തന്നെ ഇലക്ഷനും പി ജയരാജൻ്റെ ബുക്കും ഒക്കെയാണ് എൻ്റെ കൺസേൺ. അപ്പം ഞാൻ സിന്ധു കൃഷ്ണയുടെ ചാനൽ കണ്ടപ്പോൾ അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റ് കുക്ക് ചെയ്തു, പിന്നെ എനിക്ക് പെഡിക്യൂർ ചെയ്യണം, ബർത്ത്ഡേ ആണ്, സ്പായിൽ പോകണം. അപ്പം ഞാൻ നോക്കിയിട്ട് അതിനകത്ത് ഇൻഫോർമേറ്റീവായിട്ടൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊന്നും സാധിക്കാത്തവർക്ക് കുറച്ച് എന്താ ഒരു വിഷമം കൂടി തോന്നാം. ഞങ്ങൾക്കിത് പറ്റുന്നില്ലല്ലോ എന്നും കൂടിയും തോന്നാം. അല്ലാതെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണമുള്ളതായിട്ട് നിങ്ങളുടെ ചാനൽ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നൊന്നും അവരിലോട്ട് എത്തുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഞാൻ പറയുക. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരുടെ വർത്തമാനത്തിലുള്ള അരി മേടിച്ചോട്ടെ, ഞങ്ങളെക്കൊണ്ട് ഇവർക്ക് അരി മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുച്ഛമുണ്ടല്ലോ. അതായത് ഇവരൊക്കെ കുറച്ച് ക്രീമി ലെയർ ആൾക്കാരും ബാക്കി എല്ലാവരും ഭയങ്കര താഴ്ന്ന നിലയിലുള്ള ഞങ്ങളെക്കൊണ്ട് ആണ് അവർ അരി മേടിക്കുന്നത്. ആ ഒരു ടോൺ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. തന്നെയുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പബ്ലിക്കിൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതം. ഇപ്പം കൃഷ്ണകുമാർ എന്ന് പറയുന്നതാണെങ്കിലും പൊളിറ്റിക്സാണ്. അപ്പം ഈ എന്താ പറയുക, സൊസൈറ്റിയിലെ എല്ലാ തട്ടിലുള്ള ആൾക്കാരുടെയും സപ്പോർട്ടൊക്കെ വേണ്ട ഒരു ഇതാണ് നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ ആൾക്കാരുടെയും വോട്ട് കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ഇവർ മകളാണെങ്കിലും സിനിമയിലൊക്കെയാണ്, അതും സപ്പോർട്ട് വേണം, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതുമാതിരിയുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മളാണ് ഭയങ്കര വലിയ ഗ്രേറ്റ്, ബാക്കി എല്ലാവരും മോശം, ഞങ്ങളെക്കൊണ്ട് മറ്റുള്ളവർ അരി മേടിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരുമാതിരി അരഗൻ്റ് എന്നല്ല പറയണ്ടേ, എന്താ ഇങ്ങനെ ഒരു ധാർഷ്ട്യം എന്നൊക്കെ പറയുന്ന പോലത്തെ അത് വളരെ മോശമാണ്. അത് തന്നെയാണ് കുട്ടികളുടെ വർത്തമാനത്തിലും. പിന്നെ അഹാന എനിക്കോട് കുറേ കൂടി ബെറ്ററാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ദിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ ടോണും ഇത് തന്നെയായിരുന്നു, ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ആ കുട്ടിയും സംസാരിച്ചത്. അപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാം നിങ്ങൾ വിചാരിക്കണ പോലെ എന്താ പറയുക, വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നവരാണെന്ന് കരുതണ്ട. എല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്നുണ്ടാവും. പിന്നെ കുറച്ച് പേര് മാത്രമായിരിക്കും ചിലപ്പം യൂട്യൂബ് റവന്യൂ കൊണ്ട്, അതിനൊന്നും അങ്ങനെ നമുക്ക് അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായൊരു വരുമാനമൊന്നും ഇതിൽ നിന്ന് കൃത്യം എമൗണ്ടൊന്നും അല്ലല്ലോ കിട്ടുന്നത്, ഒരു മാസം മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അത് തന്നെ ഡിപ്പെൻഡ് ചെയ്തൊന്നും എല്ലാവരും ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ല.